ഇത്രയും നല്ലൊരു ലിപ് ബാം നമുക്ക് മാർക്കറ്റിൽ പോലും ഒരുപക്ഷെ വാങ്ങിക്കാൻ കിട്ടത്തില്ല, അത്രയും നല്ലതാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു റിക്വസ്റ്റ് വീടായിരുന്നു, ലിപ് കെയർ വീഡിയോ ചെയ്യാവോ ലിപ്സിലെ ഡാർക്ക്നെസ് പോകാനായിട്ടൊക്കെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ലിപ് കെയർ വീഡിയോ ആണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഫേസിൽ ലിപ്സ് ഒന്നിച്ചിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഭംഗിയായിട്ട് ഇച്ചിരി പ്ലംബി ആയിട്ട് ഒരു നാച്ചുറൽ ലുക്കോടെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളതിനെ നമ്മുടെ ലിപ്സിൻ്റെ ബ്യൂട്ടീനെ ഒന്നിച്ചിരി എൻഹാൻസ് ചെയ്ത് വെക്കാനായിട്ടാണ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ലിപ്സ് ഒന്ന് നല്ല പ്ലംബി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ നമ്മളെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിപ് കെയർ എങ്ങനെയാണ് ചെയ്യണത്, അതുപോലെ തന്നെ ലിപ്പിലെ ഡാർക്ക്നെസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഒരു ലിപ് ബാമെന്നോ അല്ലെങ്കിൽ ഒരു ലിപ് മാസ്ക് എന്നൊക്കെ പറയാം, അതും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ലിപ്പിലെ പിഗ്മെൻറ്റേഷനൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, എന്തൊക്കെയാണ് നമ്മുടെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻസ് വരാനുള്ള കാരണങ്ങൾ എന്നുള്ളത്. അപ്പോൾ ചിലരുടെ നാച്ചുറലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലിപ്പുകാർക്ക് റെഗുലറായിട്ട് ലിപ് കെയർ ചെയ്ത് അവരുടെ നാച്ചുറൽ ലിപ്സ് എങ്ങനെയാണോ അതിനെ ഒന്ന് പ്ലംബി ആയിട്ടും അതുപോലെ ഒരു ഗ്ലോയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒക്കെ വെക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അല്ലാത്തവർ നമുക്കറിയാലോ, ഇപ്പം എൻ്റെ ഒരു ലിപ്പിൻ്റെ കളർ ഇന്നതായിരുന്നു ഇന്നലെ, ഇപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ലിപ്പിൻ്റെ കളറിൽ ചേഞ്ച് വന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇറ്റ് മീൻസ് നമുക്ക് നമ്മുടെ ലിപ്പിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനായിട്ട് ഉള്ള കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സൺലൈറ്റ് നമ്മുടെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള കാരണമാവാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്തതും വെള്ളം കുടിക്കാത്തതും നമ്മുടെ ലിപ്പിൽ ഡീഹൈഡ്രേഷൻ മൂലം നമ്മുടെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണമുണ്ട്. പിന്നെ പല മെഡിക്കേഷൻസുകൾ നമ്മുടെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനായിട്ട് കാരണമാകാറുണ്ട്. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ പുക വലിക്കുന്നത് മൂലം ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ കാണുന്നത്. അപ്പം അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട വഴി എന്ന് പറയുന്നത് പ്രോപ്പറായ രീതിക്ക് നമ്മൾ ലിപ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ലിപ് കെയർ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ലിപ് കെയർ ചെയ്യാനായിട്ട് ഒരുപാട് അതും ഇതും ഒക്കെ ഇട്ട് നമ്മുടെ ലിപ്സ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ലിപ്പ് സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്ക്രബ് ചെയ്യാം. കാരണം നമ്മുടെ ലിപ്സിൽ ഡെഡ് സ്കിൻ സെൽസ് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാവുകയും അത് നമ്മുടെ ലിപ്സിൽ തന്നെ ഇരുന്ന് പിന്നെ നമ്മുടെ ലിപ്സ് പൊട്ടുകയും ബ്ലഡ് വരികയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ നമുക്ക് റുട്ടീനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും രാവിലെ ബ്രഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ രാവിലെ എന്തായാലും നമ്മളൊരു 10 മിനിറ്റ് എടുത്തായിരിക്കും ബ്രഷ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വായിലൊക്കെ പേസ്റ്റും വെള്ളവും ഒക്കെ ആയിട്ട് നമ്മുടെ ലിപ്സൊക്കെ നന്നായിട്ട് സോക്കായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രഷിങ് കഴിഞ്ഞ് വായും മുഖമൊക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ പതുക്കെ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് മാത്രം നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലിപ്പിൽ ഇളകിയിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ രാവിലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കൈകൊണ്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് സോഫ്റ്റ് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പതുക്കെ, ഒരുപാട് ഹാർഡായിട്ടും അതുപോലെ ഒരുപാട് പ്രസ് ചെയ്തും ചെയ്യാൻ പാടില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ലിപ്സ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഒന്ന് രാവിലെ തന്നെ റിമൂവ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മുടെ ലിപ്പ് ഒരു മോയ്സ്ചറൈസറും കൂടെ പരട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കുളി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും ഇതുപോലെ നമ്മുടെ ചുണ്ടിൽ നിന്ന് നമ്മുടെ ഫിംഗർ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊരു ലിപ് ബാമോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലിപ്പ് മോയ്സ്ചറൈസർ പറ്റാനായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ അതും നമ്മുടെ ലിപ്സ് നല്ല പ്ലംബി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിച്ചോ എപ്പം വെള്ളം കുടിച്ചോ അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ നമ്മുടെ ലിപ്സിൽ മോയ്സ്ചറൈസർ പരട്ടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവരും അതുപോലെ നമ്മുടെ ലിപ്സൊക്കെ ചിലരുടെ ലിപ്സൊക്കെ
എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. എൻ്റെ ഭയങ്കര സൂപ്പറായിട്ട് ഡ്രൈ ആവുന്ന ലിപ്സാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഒരു ബോക്സിനകത്ത് ലിപ് ബാം എൻ്റെ കയ്യിലുണ്ടാകും ഞാൻ പുറത്ത് പോകുന്ന സമയത്ത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീടിനകത്ത് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ നെയ്യ് പുരട്ടാം, ഇല്ലെങ്കിൽ ബട്ടർ പുരട്ടാം, ഇല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ നമുക്ക് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ലിപ്സിനെ ഒരിക്കലും ഡ്രൈ ആവാൻ അനുവദിക്കാതെ നമ്മൾ നമ്മുടെ ലിപ്സ് എപ്പോഴും മോയ്സ്ചറായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സൺ എക്സ്പോഷർ നമ്മുടെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ലിപ്സിലേക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ള ലിപ് ബാം പുരട്ടാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന സൺസ്ക്രീന് നമ്മുടെ ലിപ്സിന് ചുറ്റും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അമിതമായിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗവും നമ്മുടെ ലിപ്സിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാനുള്ള കാരണമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല കമ്പനികളുടെ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഉപയോഗിക്കണ ലിപ് ബാം ഇതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ലിപ്സ്റ്റിക്കൊക്കെ എൻ്റെ വേറെ ഒരു വീഡിയോയിൽ, ഞാൻ മേക്കപ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അല്ലാത്ത സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ലിപ് കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വാസ്ലിൻ. ഇതിനകത്ത് കൊക്കോ ബട്ടർ മിക്സ് ചെയ്ത വാസ്ലിനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഷിയ ബട്ടറോ കൊക്കോ ബട്ടറോ ഒക്കെ മിക്സ് ചെയ്ത വാസ്ലിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടും പ്ലംപി ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ ഉള്ളവരുടെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഞാനൊരു ലിപ് മാസ്ക് എന്നോ ലിപ് ബാം എന്നോ ഒക്കെ പറയാം, അത് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിപ്സിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഒരു ലിപ് മാസ്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ഒരു ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാത്രം. നിങ്ങളൊരു ഗ്ലാസിൻ്റെ പാത്രം എടുക്കുമായിരിക്കും നല്ലത്. എനിക്ക് ഗ്ലാസിൻ്റെ പാത്രം കിട്ടിയില്ല, അപ്പോൾ പകരം ഞാൻ ഇതുപോലെ ഒരു അടപ്പുള്ള ഒരു പാത്രം എടുത്തു. അപ്പോൾ ഇതാകുമ്പോൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് നെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ നെയ്യ് എടുക്കുവാണ്. അപ്പം നെയ്യ് നമ്മുടെ ലിപ്സിലേക്ക് വളരെ നല്ലതാണ്, നമ്മുടെ ലിപ്സിലെ മോയ്സ്ചർ നിലനിർത്താനായിട്ടും. അതുപോലെ എല്ലാ ദിവസവും തന്നെ നമ്മൾ വെറുതെ നെയ്യ് നമ്മുടെ ലിപ്സിൽ തേക്കണതും നമ്മുടെ ലിപ്സ് ഡ്രൈ ആവാതിരിക്കാനായിട്ട് നല്ല പ്ലംബി ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എല്ലാവരും വിചാരിക്കും ഇതിനൊരു കളർ ഉള്ളത് കൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എങ്ങനെ ഡാർക്ക്നെസ് മാറ്റും എന്നുള്ളത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മുടെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതുപോലെ ലിപ്സിലേക്ക് ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാനായിട്ടും ഒക്കെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ അലോവേരയുടെ ജെല്ലുണ്ടെങ്കിൽ അതും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലും എടുക്കാം. പിന്നെ ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് വൈറ്റ് ജെല്ല് വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ബനാന ബോട്ടിൻ്റെ ഈ അലോവേര ജെല്ല് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കളർ ഗ്രീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ചിട്ട് വൈറ്റ് എടുക്കുക. അപ്പോൾ ഞാനിത് ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കിത് വളരെ നല്ല അലോവേര ജെല്ലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് കുറച്ച് ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വാട്ടറി ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ആവാനായിട്ട് ഇച്ചിരി പാടാണ്. മിക്സ് ആക്കുന്ന സമയത്ത് ഇതിലേ ഇങ്ങനെ കിടക്കും. അപ്പം നമ്മൾ ഇച്ചിരി ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്യണേ. അപ്പോൾ ഇതേ നമ്മുടെ ലിപ് മാസ്ക് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ നമ്മുടെ ലിപ് ബാം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇച്ചിരി വാട്ടറി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ടൈം എടുത്തു. അപ്പം നന്നായിട്ട് ഇച്ചിരി ടൈമൊക്കെ എടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലിപ്സിലേക്ക് ഇത് നന്നായിട്ട് അബ്സോർബ് ആകുന്നത് വരെ ഒരു മിനിറ്റ് നമ്മളൊന്ന് ഇതൊന്നിങ്ങനെ ഒന്ന് സർക്കുലാർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ്സ് മസാജ് ചെയ്യണതും വളരെ നല്ലതാണ്. നമ്മുടെ ലിപ്സിലേക്ക് ബ്ലഡ് ഫ്ലോ വരാനും അങ്ങനെ നമ്മുടെ
ഡെഡ് സ്കിൻ സെൽസ് പോകാനും അതുപോലെ നമ്മുടെ ലിപ്സ് ഒക്കെ പ്ലംബി ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. മോയ്സ്ചർ നിലനിൽക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ ലിപ്സ് ഇടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഫേസ് മസാജ് ചെയ്യണ വീഡിയോയോട് കൂടുതൽ ലിപ്സ് മസാജ് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫേസൊക്കെ മസാജ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൂടത്തിൽ തന്നെ ലിപ്സും കൂടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലിപ്സിൻ്റെ ഈ സൈഡുകളൊക്കെ നന്നായിട്ട്, അത് പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ, ചിലരുടെ ഈ ഭാഗമൊക്കെ വല്ലാണ്ട് പൊട്ടും. അപ്പോൾ ഈ ഭാഗമൊക്കെ നന്നായിട്ട് നമ്മളിങ്ങനെ സർക്കുലാർ മോഷനിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ ഓവർ നൈറ്റ് ഇങ്ങനെ തന്നെ വിടുക. എന്നിട്ട് രാവിലെ നമ്മുടെ ലിപ്സ് നമ്മൾ ബ്രഷൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ കഴുകണ കൂട്ടത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ലിപ്പ് മോയ്സ്ചറൈസർ എഗൈൻ പരട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് എഗൈൻ പരട്ടി വെച്ചാൽ മതി. ഇത്രയും നല്ല ഒരു ലിപ് ബാം എന്നൊക്കെ വേണമെങ്കിൽ, ഇതൊരു ലിപ് മാസ്ക് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെങ്കിലും ഇതൊരു ലിപ് ബാം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും നല്ലൊരു ലിപ് ബാം നമുക്ക് മാർക്കറ്റിൽ പോലും ഒരു പക്ഷേ വാങ്ങിക്കാൻ കിട്ടത്തില്ല. അത്രയും നല്ലതാണ്. അപ്പം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം കേട്ടോ. പിന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ പുറത്തെ സ്കിന്ന് പൊളിഞ്ഞിളകിയിട്ട് പുതിയ സ്കിന്ന് വന്നുകൊണ്ടിരിക്കും. ആ സെയിം പ്രോസസ്സ് നമ്മുടെ ലിപ്സിൽ നടക്കുന്നത് കൊണ്ട് അത് റെഗുലർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ നമ്മുടെ ലിപ് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് പിന്നെയും പഴയ രീതിയിലേക്ക് പോകാനായിട്ട് അത് കാരണമാകും. അതിനുശേഷം നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 ആഴ്ചയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെക്കണ്ട, ഇതുപോലെ കുറേശ്ശെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഒരുപാട് സാധനങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ ലിപ് കെയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ റെഗുലറായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിപ്സ് എന്നും നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.